18 മാസത്തെ കുടിശ്ശിക വരുത്തിയവന്മാർ സമരം ചെയ്യാൻ. കുടിശ്ശിക വരുത്തിയതിന് എടാ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയതാരാ? ഞാനാണ്. CPM-കാർ ഒടുക്കത്തെ ബലം പിടുത്തു വരുന്നത് പണ്ട്. ഇപ്പൊ ഒരു തമാശ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതുപോലത്തെ തമാശ. നമ്മുടെ ലക്ഷ്യം നമ്മുടെ നാടിനെ രക്ഷപ്പെടുത്തുക, ഇവരെ തകർത്ത് തരിപ്പണമാക്കിയ ഈ കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ദിവസം മുതൽ ഇവർ സമരം തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ രാവിലെ കാണുമ്പോൾ ചിരിച്ചു ചിരിച്ച് മണ്ണ് വെക്കും. കാരണം 18 മാസത്തെ കുടിശ്ശിക കൊടുക്കാത്ത സർക്കാരിനെതിരായി സമരം. ആദ്യത്തെ ആഴ്ച എടാ 18 മാസത്തെ കുടിശ്ശിക വരുത്തിയതാരാ? ഞാനാണ്. ഈ സർക്കാരാണ്. കുടിശ്ശിക വരുത്തിയവന്മാര് 18 മാസത്തെ കുടിശ്ശിക വരുത്തിയവന്മാർ സമരം ചെയ്യുക. കുടിശ്ശിക വരുത്തിയതിന് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ ചിരിക്കുന്നുണ്ട് നന്നായി. ഞാൻ ഇന്നാൾ പറഞ്ഞു, ഈ CPM-കാർ ഒടുക്കത്തെ ബലം പിടുത്തു വരുന്നത് പണ്ട്. ഇപ്പൊ ഒരു തമാശ പറയാൻ തുടങ്ങിയിട്ടുണ്ട്, ഇതുപോലത്തെ തമാശ ഓരോ ദിവസം തമാശ. ഞാൻ പ്രധാനമന്ത്രിയെ കണ്ട്, ഏത് മുഖ്യമന്ത്രി വന്നാലും പ്രധാനമന്ത്രിയെ പോയി കാണും. പിറ്റേ ദിവസമാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാണോ? ഞാൻ പറഞ്ഞു ശരിയാണ്. ഞാൻ പറഞ്ഞു മോദി, ആദ്യമായിട്ടാണ് ഞാൻ മോദിയെ കാണുന്നത്. കണ്ട വഴിയെ ഞാൻ പറഞ്ഞു മോദിജി ആ പിണറായിയുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം. അപ്പൊ മോദിജി പറഞ്ഞു സതീശൻജി ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞതല്ല, ഞാനിപ്പൊ തന്നെ വിളിച്ചു പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു വീട് പോരാ, 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പൊ സതീശൻജി ആദ്യമായി പറഞ്ഞ കാര്യമാണ്, ഇപ്പൊ തന്നെ 12 വീടും റെയ്ഡ് ചെയ്യണം. മോദിജി വിളിച്ചു പറഞ്ഞു എങ്ങനെയാണ് പിണറായി വിജയന്റെ വീട് റെയ്ഡ്? എന്താ ഇവര് പറയും? പിന്നെ പറഞ്ഞു നമുക്കെതിരെ പോസ്റ്റ് ഇട്ടു കുറെ സമൂഹ മാധ്യമങ്ങൾ. അപ്പൊ ഞാൻ മെറ്റയോട് വിളിച്ചു പറഞ്ഞു എനിക്കെതിരായിട്ടുള്ള പോസ്റ്റൊക്കെ റിമൂവ് ചെയ്യാൻ. ആരാന്ന് മനസ്സിലായോ? ഞങ്ങൾ വിചാരിക്കാനല്ല. ഞാൻ പറഞ്ഞ മെറ്റവരെ കേട്ടു. ഇന്ത്യ മുഴുവൻ അവർ റിമൂവ് ചെയ്യാണ് പലതും, അവരുടെ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസവും ഓരോ കാര്യമായിട്ട് വരികയാണ്. പിന്നെ പറഞ്ഞു ഞാൻ കോഴിക്കോട് ഒരു കാപ്പിക്കട ഉദ്ഘാടനം ചെയ്തു. പിന്നെയാണ് അറിഞ്ഞത്, അവർക്ക് മനസ്സിലായത് 600 കോടി രൂപ നിക്ഷേപമുള്ള മലയാളി ചെറുപ്പക്കാരുടെ സ്ഥാപനമാണ് അതിന്റെ കേരളത്തിലെ ഓഫീസാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ എന്താ കുഴപ്പം? ഞാൻ തട്ടുകട ഉദ്ഘാടനം ചെയ്യാൻ പോകും പാവപ്പെട്ടവരെ. എന്താ കുഴപ്പം? പോകാൻ പാടില്ലേ? എന്താ കുഴപ്പം? എന്റെ നിയോജകമണ്ഡലത്തിൽ ഞാൻ തട്ടുകടയൊക്കെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. എനിക്ക് സമയമുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ടവരെ തുടങ്ങിയാൽ അതും പോയി ചെയ്തു കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഇത് തട്ടുകടയും കാപ്പിക്കടയും ആയിരുന്നില്ല, 600 കോടി രൂപയുടെ നിക്ഷേപമായിരുന്നു. അതാണ് ഓരോ ദിവസവും ഇവരുണ്ടാക്കുന്ന വാർത്തകൾ. ഇപ്പോ ഒരാൾ പറഞ്ഞു, ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ബുധനാഴ്ച മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കഴിയുമ്പോൾ ഭയങ്കര നാറ്റം ഉണ്ടാവണം. ഇപ്പൊ എവിടെയാണ് നാറുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പറയണം എവിടെ നിന്നാണ് നാറ്റം വരുന്നതെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞ ആൾ ആരാന്ന് നിങ്ങൾക്കറിയാം. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ പോകുന്നില്ല. നമ്മൾ വ്യക്തികളെ തേജോവധം ചെയ്യലും വ്യക്തികളുടെ പുറകെ നടക്കലും അല്ല ഈ സർക്കാരിന്റെ ലക്ഷ്യം. ഈ സർക്കാരിന് ഒരുപാട് മുൻഗണനകളുണ്ട്.